എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBS മാമ്പാട് കോളേജ് ഓട്ടോണമസ് കോളേജാണ്. അപ്പോൾ ഈ ഒരു MAS മാമ്പാട് കോളേജിൻ്റെ ഓട്ടോണമസ് കോളേജിൻ്റെ ട്രയൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ്, അതായത് അലോട്ട്മെൻ്റ് അല്ല, ഈ ഒരു റാങ്ക് ലിസ്റ്റ് www.masmambadcollege.edu.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു UG കോഴ്സ്, അതായത് ഹോണേഴ്സ്, അതുപോലെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നിങ്ങനെ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസുമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോഗ്രാംസിലേക്കുള്ള ട്രയൽ റാങ്ക് ലിസ്റ്റാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ജൂൺ 1-ാം തീയതിയോടെ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് അലോട്ട്മെൻറ്റിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 5-ാം തീയതിയാണ്. ഇതിൻ്റെ അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണി വരെ അപേക്ഷയിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തുന്നതിനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ട്. അത് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ജൂൺ 5-ാം തീയതി ആണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വെബ്സൈറ്റിൽ അതാത് സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു 6-ാം തീയതിയാണ്. അതായത് ഈ ഒരു 6/6/2024 11 AM to 7/6/2024 വൈകിട്ട് 5 മണിക്ക് ഇതിനിടയിലായിട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 8-ാം തീയതി മുതൽ ഈ ഒരു 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു 11-ാം തീയതി മുതൽ 12-ാം തീയതി 11 AM വരെയാണ്. അതായത് ഉച്ചയ്ക്ക് വരെയാണ്. ഈ ഒരു അതിനിടയിലായിട്ടാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. ഇനി റിപ്പോർട്ടിംഗ് ഓഫ് വെയിറ്റിംഗ് ലിസ്റ്റ് സ്റ്റുഡൻറ്റ് ആഫ്റ്റർ തേർഡ് അലോട്ട്മെൻറ്റ് അപ് ടു 350. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു 6-ാം തീയതി മുതൽ 7-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടണം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 8-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് ആ ഒരു സ്കൂളിൽ പോയിട്ട്, അതായത് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് 8-ാം തീയതി മുതൽ ഈ ഒരു 10-ാം തീയതി വരെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 11-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ്. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടണം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു 11-ാം തീയതി മുതൽ 12-ാം തീയതി വരെ പോയിട്ട് അഡ്മിഷൻ നേടാം. അതിനുശേഷം റിപ്പോർട്ടിംഗ് ഓഫ് വെയിറ്റിംഗ് ലിസ്റ്റ് സ്റ്റുഡൻസ്, അതായത് ഈ ഒരു 3 അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് 350 വരെയുള്ള, അതായത് അപ് ടു 350 വെയിറ്റിംഗ് ലിസ്റ്റിൽ 350 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 12-ാം തീയതി മുതൽ ഈ ഒരു 13-ാം തീയതി വരെ നിങ്ങൾക്ക് പോയിട്ട്, അതായത് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഡീറ്റെയിൽ ഷെഡ്യൂൾ വിൽ ബി പബ്ലിഷ്ഡ് ഇൻ ദ കോളേജ് വെബ്സൈറ്റ്. ഈ ഒരു കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ റിപ്പോർട്ടിംഗ് അറ്റ് ദ കോളേജ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ, അത് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് വഴി അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീ പെയ്ഡ് ത്രൂ സ്റ്റുഡൻസ് ത്രൂ അലോട്ട്മെൻറ്റ്സ്, അതായത് അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷനും അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് അറ്റ് കോളേജ് നിങ്ങൾക്ക് ഈ ഒരു 19-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അഡ്മിഷൻ ലഭിക്കുക. അതായത് വെബ്സൈറ്റ് അല്ല, കോളേജിൽ പോയിട്ട് അഡ്മിഷൻ ലഭിക്കുക. അതുപോലെ ഫസ്റ്റ് സെമസ്റ്റർ UG അതുപോലെ MSc ഇൻ്റഗ്രേറ്റഡ് ക്ലാസ്സസ് ആരംഭിക്കുന്നത് ഈ ഒരു 24-ാം തീയതിയാണ്, ജൂൺ 24-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.